ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 4 ശ്ലോകം 13. തത്ര വാ തവ പദേതവ വസൻ പ്രാകൃത പ്രളയേതി മുക്തതാം സ്വേച്ഛയാ ഖലു പുരാ വിമുച്യത്തെ സംവിവിദ്യ ജഗദണ്ഡമോജസാ. തത്ര വാ തവ പദേ അഥവാ വസൻ പ്രാകൃതപ്രളയ ഏതി മുക്തതാം സ്വേച്ഛയാ ഖലു പുരാ വിമുച്യത്തെ സംവിവിദ്യ ജഗദണ്ഡം ഓജസ. തത്ര വാ തവ പദേതവാ വസൻ പ്രാകൃതപ്രളയ ഏതി മുക്തതാം സ്വേച്ഛയാ ഖലു പുരാ വിമുച്യത്തെ സംവിവിദ്യ ജഗദണ്ഡമോജസ. തത്രവാ അഥവാ തവപദേ വസൻ. അതായത് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, ധ്രുവപദപ്രാപ്തിക്ക് ശേഷം മഹർലോകത്ത് സുഖമായി വസിക്കുന്നവനായിട്ട് എപ്പോൾ അനന്തൻ്റെ മുഖത്തിൽ നിന്നുയരുന്ന അഗ്നിയുടെ ചൂടിനാൽ പീഡിപ്പിക്കപ്പെടുന്നുവോ അപ്പോൾ അങ്ങേ തന്നെ ശരണം പ്രാപിച്ച് ബ്രഹ്മലോകം പ്രാപിക്കുന്നു. അല്ലെങ്കിൽ ശേഷവദനാഗ്നി പീഡയ്ക്ക് മുമ്പ് തന്നെ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആ ബ്രഹ്മലോകത്തിലോ അല്ലെങ്കിൽ അവിടുത്തെ പദത്തിലോ വസിക്കുന്നവനായിട്ട് യോഗി പ്രാകൃതപ്രളയത്തിൽ, അതായത് ബ്രഹ്മപ്രളയത്തിൽ മുക്തതാമേതി മോക്ഷം പ്രാപിക്കുന്നു. അഥവാ അല്ലെങ്കിൽ സ്വേച്ഛയാ ഇച്ഛാനുസാരം പുരാകലു പ്രാകൃതപ്രളയത്തിന് മുമ്പ് തന്നെ ഓജസ തൻ്റെ യോഗബലം കൊണ്ട് ജഗദണ്ഡം ബ്രഹ്മാണ്ഡം സംവിവിദ്യ പിളർന്നിട്ട് വിമുച്യതേ മോക്ഷം പ്രാപിക്കുന്നു. ബ്രഹ്മലോകത്തിലോ അല്ലെങ്കിൽ അവിടുത്തെ പദത്തിലോ വസിക്കുന്നവനായിട്ട് യോഗി പ്രാകൃതപ്രളയം പറയുമ്പോൾ ബ്രഹ്മപ്രളയം മോക്ഷം പ്രാപിക്കുന്നു. അല്ലെങ്കിൽ ഇച്ഛാനുസാരം പ്രാകൃതപ്രളയത്തിന് മുമ്പ് തന്നെ തൻ്റെ യോഗബലം കൊണ്ട് ബ്രഹ്മാണ്ഡം പിളർന്നിട്ട് മോക്ഷം പ്രാപിക്കുന്നു. തത്ര വാ തവ പദേതവാ വസൻ പ്രാകൃതപ്രളയ ഏതി മുക്തതാം സ്വേച്ഛയാ ഖലു പുരാ വിമുച്യത്തെ സംവിവിദ്യ ജഗദണ്ഡമോജസ. തത്ര വാ തവ പദേതവാ വസൻ പ്രാകൃതപ്രളയ ഏതി മുക്തതാം സ്വേച്ഛയാ ഖലു പുരാ വിമുച്യത്തെ സംവിവിദ്യ ജഗദണ്ഡമോജസ. തത്ര വാ തവ പദേതവാ വസൻ പ്രാകൃതപ്രളയ ഏതി മുക്തതാം സ്വേച്ഛയാ ഖലു പുരാ വിമുച്യത്തെ സംവിവിദ്യ ജഗദണ്ഡമോജസ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.